ദേവാലയമണി മുഴങ്ങിടുന്നു, അൾത്താരവേദിയൊരുങ്ങിടുന്നു. നിറഞ്ഞ മനസ്സോടൊരുങ്ങി നിൽക്കാൻ കർത്താവിങ്കൽ വേദിയിൽ. ദേവാലയമണി മുഴങ്ങിടുന്നു, അൾത്താരവേദിയൊരുങ്ങിടുന്നു. നിറഞ്ഞ മനസ്സോടൊരുങ്ങി നിൽക്കാൻ കർത്താവിങ്കൽ വേദിയിൽ. വരുവിൻ അണിചേരുവിൻ, ദൈവം നമ്മോട് കൂടെ. പരിശുദ്ധ കൂദാശയിൽ വരുവിൻ അണിചേരുവിൻ, ദൈവം നമ്മോട് കൂടെ. പരിശുദ്ധ കൂദാശയിൽ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ ബലിക്ക് അണയുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ദിവസത്തിൽ നമുക്ക് സമർപ്പിക്കാം. നാം നേരിടുന്ന എല്ലാ വിഷമതകളെയും സഹനങ്ങളെയും ക്ലേശങ്ങളെയും മാനസികവും ശാരീരികവുമായ എല്ലാ സങ്കടങ്ങളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് സമർപ്പിക്കാം. ഈ അൾത്താര കർത്താവിൻ്റെ കബരിടമാണ്. കർത്താവിൻ്റെ സജീവമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ അൾത്താരയും ഈ ദേവാലയവും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ നാടിനും ലോകത്തിന് മുഴുവനും വേണ്ടി ഈ പരിശുദ്ധ ബലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ ബലി സ്നേഹപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരാത്തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഒരുവിൻ സ്നേഹമോടിയാകം തിരുമുമ്പാകിരണച്ചിടാം. അമ്മാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയിലെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനും ശാന്തി പ്രത്യാശയിലെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം.
ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഞങ്ങളുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ വിഷയം അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ എതിർക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്നെ വളഞ്ഞാൽ വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേക്കു തെല്ലും ദൈവമാണ് പാലകൻ. പ്രിയനമങ്ങേ വസതി കഴിയുവാനും മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനും ദാഹം. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിലങ്ങേ കനികളും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ
എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ദൈവശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും നിയമാവർത്തന പുസ്തകങ്ങളുടെ വായന 4-ാം അധ്യായം 10 മുതൽ 14 ഉള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഹോറബിൽ നിങ്ങൾ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ വന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എൻ്റെ മുൻപിൽ വിളിച്ചു കൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. നിങ്ങൾ അടുത്ത് വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗിരികളാ ഹല്ലേലൂയ ഗിരികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. തൊക്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗിരികളാ ഹല്ലേലൂയ ഗിരികളാ. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുധനും രൂഹാക്കും
സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗിരികളാൽ ഹല്ലേലൂയ ഗിരികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദിവ്യാത്മാവിൻ ഗിരികളാൽ ഹല്ലേലൂയ ഗിരികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരനെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹാദിനെ അനുഗ്രഹിക്കട്ടെ. ഇനി വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെ പറ്റി പ്രതിപാദിക്കാം. ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവിനനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകേണ്ടതിനു വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചുകൊള്ളാം. ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മക്കദോനിയയിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ്. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കുറേ നാൾ, ഒരുപക്ഷെ ശീതകാലം മുഴുവൻ ചെലവഴിച്ചെന്ന് വരാം. തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറേ നാൾ നിങ്ങളോടൊത്ത് കഴിയണമെന്ന് ഞാൻ ആശിക്കുന്നു. പെന്തഗോസ്താ വരെ ഞാൻ എഫെസോസിൽ താമസിക്കും. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയാണ്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവരും എന്നെപ്പോലെ കർത്താവിനെ ജോലിയിൽ വ്യാപൃതരാണെന്ന്. ആകയാൽ ആരും അവനെ നിന്ദിക്കാൻ ഇടയാകരുത്. എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം. സഹോദരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റ് സഹോദരരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ നിർബന്ധിച്ചതാണ്. എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് വരാൻ അവന് ഒട്ടും മനസ്സില്ലായിരുന്നു. സൗകര്യപ്പെടുമ്പോൾ വന്നുകൊള്ളാം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. നമ്മുടെ കർത്താവായ യേശുവേ,
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 13-22 മുതലുള്ള തിരുവചനങ്ങൾ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന്, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രാഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലെറുമ്പുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്ലിഹാകാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചയാണ് ഈ ഒരാഴ്ച. ദീർഘമായ ഈ ഒരു കാലഘട്ടം, ഏതാണ്ട് 7 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടം സഭയുടെ സുവിശേഷ പ്രഘോഷണത്തെ ആത്മപരിശോധന ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ടാണ് തിരുസഭ നമുക്ക് നൽകുന്നത്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിച്ച സ്ലിഹന്മാരുടെ ദീർഘമായ ഒരു കാലഘട്ടത്തിൻ്റെ വീണ്ടും ഓർമ്മപ്പെടുത്തലാണ് ഈ സ്ലിഹാകാലം മുഴുവൻ. ഈ കാലഘട്ടത്തിൽ നാം എത്രമാത്രം ഈ സുവിശേഷ വേല ഏറ്റെടുത്തിട്ടുണ്ട്, എത്രമാത്രം അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സ്വയം ആത്മപരിശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അടുത്ത ആഴ്ച മുതൽ കൈത്തക്കാലം ആരംഭിക്കുമ്പോൾ സഭയുടെ വളർച്ചയുടെ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ്. സ്ലിഹാകാലത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ നമ്മളും ഓരോ വ്യക്തിയും ആത്മപരിശോധന ചെയ്യേണ്ട മേഖലയാണ് കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യം എത്രമാത്രം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, എത്രമാത്രം അത് ജീവിതത്തിൽ പ്രവർത്തുന്നുണ്ട് എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും ക്ലേശങ്ങളുമൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഒരുപാടുണ്ട്. എത്രമാത്രം സാങ്കേതികമായും സാമ്പത്തികമായും നമ്മൾ വളർന്നാലും പല രീതിയിലുള്ള ക്ലേശങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ നേരിടുന്നവരാണ്. എത്രമാത്രം നമ്മൾ വളരുന്തോറും അത്രയും സങ്കീർണമാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെന്ന് ജീവിതാനുഭവങ്ങളിൽ നമുക്ക് തിരിച്ചറിയാം. ഒരു സാധാരണ മനുഷ്യന് നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വിദ്യാസമ്പന്നനായും അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ്സുകാരനും അവൻ നേരിടുന്ന മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ഒരുപക്ഷേ ഒരു സാധാരണക്കാരൻ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം തരണം ചെയ്യാൻ എളുപ്പം. എത്രമാത്രം വളർന്നാലും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ പെരുകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നാൽ മനുഷ്യൻ്റെ കരുത്തും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യൻ അതിസമർത്ഥമായി മറികടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ലോകത്തിൽ മുഴുവൻ നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് വരുമ്പോൾ
കർത്താവ് നമ്മളെ വരവേൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും നമ്മുടെ സുരക്ഷിതത്വം എന്നുള്ള വലിയൊരു കടമ്പയാണ്. ഒരു മിഷണറി ആകാൻ ഒരാളോട് ചോദിച്ചാൽ, ഒരു വ്യക്തിയോട് ചോദിച്ചാൽ, അദ്ദേഹം മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ വെല്ലുവിളി സുരക്ഷിതത്വമാണ്. ഞാൻ അവിടെ പോയ സുരക്ഷിതനാകുമോ? എൻ്റെ ജീവന് വല്ല ആപത്തുണ്ടാകുമോ? ഞാൻ സുരക്ഷിതമായി തിരിച്ചു വരാൻ പറ്റുമോ? എനിക്ക് വല്ല അപകടം സംഭവിക്കുമോ? സുരക്ഷിതത്വമാണ് ഏറ്റവും വലിയ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ സുവിശേഷത്തിൻ്റെയും ഈശോയുടെ ജീവിതത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഈശോ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കുറേ പീഡനങ്ങൾ ഏൽക്കുക, കുറേ ക്ലേശങ്ങൾ സഹിക്കുക എന്നുള്ള നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളുടെ ഒരു നീണ്ട നിരയേക്കാൾ നമ്മൾ നേരിടേണ്ട ഒരു വലിയ വെല്ലുവിളി സുരക്ഷിതത്തിൻ്റെ വെല്ലുവിളിയാണ്. കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണം മുഴുവൻ ഒരു അരക്ഷിതമായ അവസ്ഥയിലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈശോ തൻ്റെ പ്രേക്ഷിത വേല പൂർത്തിയാക്കിയത്. തൻ്റെ ശിഷ്യന്മാരെയും അവിടുന്ന് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം അരക്ഷിതമായ ജീവിതാവസ്ഥകളാണ്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം. എന്നാൽ നിങ്ങൾ നേരിടുന്ന ഏത് അരക്ഷിതമായ അവസ്ഥകളിലും, ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥകളിലും നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു കാര്യം നിങ്ങൾക്കുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അത് കർത്താവ് എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ഒരു ശ്രീഹകാലത്തിൻ്റെ അവസാനത്തിലെ തിരുസഭയെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇടുങ്ങിയ വാതിലിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നവരും വിശാലമായ വാതിലിലൂടെ പ്രവേശിക്കുന്നവരും അനേകരാണ്. അനേകം പേർ വിശാലമായ വാതിൽ തിരഞ്ഞെടുക്കുന്നു. അത് സുരക്ഷിതത്വത്തിൻ്റെ വാതിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് സമ്പത്തിനേക്കാൾ സുരക്ഷിതത്വത്തിനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഊന്നൽ നൽകുന്നത് സുരക്ഷിതമായി ജീവിക്കാനാണ്, അപകടമില്ലാതെ ജീവിക്കാനാണ്. സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമുക്ക് നൽകുന്ന വെല്ലുവിളി അരക്ഷിതമായ അവസ്ഥകളാണ്. എന്നാൽ അരക്ഷിതമായ അവസ്ഥകൾ കടന്നു പോകുമ്പോൾ നമ്മൾ നേടുന്നത് സുരക്ഷിതമായ ദൈവരാജ്യമാണെന്നുള്ള ഈശോയുടെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഇടുങ്ങിയ വാതിൽ നമുക്ക് എല്ലാവർക്കും വെല്ലുവിളിയാണ്. അത് ഇന്നും എന്നും നമുക്ക് വെല്ലുവിളിയാണ്. പൗലോസ് കൊരിന്ത്യസിൽ എഴുതിയ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ച വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം അദ്ദേഹം നടത്തിയ മാനസികമായ സംഘർഷങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോയത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നമുക്കിപ്പോൾ കേൾവിക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് അത് കേട്ട് നമുക്ക് മറക്കാം. പക്ഷേ അദ്ദേഹം എഴുതുന്ന സാഹചര്യങ്ങൾ എത്രയോ കഠിനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും അദ്ദേഹം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെല്ലാം അദ്ദേഹം നടത്തുന്ന അതിസാഹസികമായ അദ്ദേഹം ജീവിതത്തിൽ നേരിടുന്ന സംഘർഷങ്ങളും പ്രയാസങ്ങളും അരക്ഷിതമായ അവസ്ഥകളുടെ നീണ്ട 30 വർഷങ്ങളാണ് പൗലോസ് ജീവിച്ചു തീർത്തത്. കർത്താവിനെ കണ്ടറിഞ്ഞത് മുതൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെ ഏതാണ്ട് 30-35 വർഷക്കാലം അദ്ദേഹം നേരിട്ട അരക്ഷിതമായ ജീവിതാവസ്ഥകൾ. ഇന്നത്തെ ലേഖനത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, എനിക്ക് പ്രതിയോഗികളേറെയാണ്, ശത്രുക്കളേറെയാണ്. ഏത് നിമിഷം വേണമെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെടാം. ഞാൻ ഭീഷണി നേരിടുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ തിമോത്തിയോസിനെ അയക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ അവനെ ഭയപ്പെടരുത്. ഒരുപാട് ഭയപ്പാടിൻ്റെയും അരക്ഷിതാവസ്ഥകളുടെയും സങ്കടങ്ങളുടെയും ഒരു നീണ്ട കാലഘട്ടത്തിൽ വർഷങ്ങളിലൂടെ പതിറ്റാണ്ടുകളിലൂടെയാണ് സ്ലീഹന്മാരെല്ലാവരും ജീവിച്ചു തീർത്തത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഇടുങ്ങിയ വാതിൽ മറ്റൊന്നുമല്ല, ഇത് മാത്രമാണ്. ഞാൻ കുറേ സഹിച്ചു, പട്ടിണി കിടന്നു. ഇതൊക്കെ ഏത് മനുഷ്യനും ഇന്ന് മറികടക്കാവുന്ന ഒരു സാഹചര്യമാണ്. അതിനേക്കാൾ സുരക്ഷിത ഇല്ലാത്ത ഒരു സാഹചര്യം അതിന്ന് നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളും സുവിശേഷ വേലയ്ക്ക് വേണ്ടി എത്രമാത്രം നമ്മുടെ അരക്ഷിതാവസ്ഥകളിൽ എത്രമാത്രം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും സഞ്ചരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഈ കാലഘട്ടം തരുന്നത്. ഒരുപക്ഷെ കൊറോണ വന്നപ്പോൾ പോലും നമുക്ക് നമ്മുടെ ജീവനെക്കുറിച്ച് എത്രമാത്രം നമ്മൾ ഭയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ സുരക്ഷിതരാകാൻ നമ്മൾ ആഗ്രഹിച്ചു. അതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സുരക്ഷിതമായ കാലഘട്ടങ്ങളിൽ പോലും എത്രമാത്രം നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു, നമ്മുടെ സമയം മാറ്റിവെച്ചു, നമ്മൾ ഒട്ടും നൽകിയില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ദുർഘടമായൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ട്. വിവാഹം കഴിക്കുക, പഠിക്കുക, വിവാഹം കഴിക്കുക, ജോലി നേടുക, മക്കളെ വളർത്തുക, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സാധാരണമായ സഹനങ്ങൾ, കഷ്ടതകൾ മാത്രമാണ്. എന്നാൽ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന സാഹസങ്ങൾ,
അതിനപ്പുറമാണ്. പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എത്രമാത്രം നമ്മൾ മുന്നിട്ടിറങ്ങി. കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി, പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചു, എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ അതിനുള്ള ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുക, സുരക്ഷിതമാകുക. അത് ഇപ്പോഴല്ല, അവരെ കല്യാണം കഴിച്ച് വിട്ട് അവരെ അവരുടെ മക്കളുണ്ടായി അത്രയും കാലം അവരെ സംരക്ഷിക്കുക. ഒരു മക്കളെ വിട്ട്, കുടുംബത്തിൻ്റെ അതിരുകൾ വിട്ട് അപ്പുറത്തേക്കുള്ള ഒരു കഷ്ടതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതൊന്നും നമുക്ക് പറ്റില്ല. ഈ സഹനങ്ങൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ ജീവിതം മടുത്തു. പിന്നെ എങ്ങനെയാണ് സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകൾ ഏൽക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാവുക? പ്രിയപ്പെട്ടവരെ, എന്നാൽ അത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ സുരക്ഷിത മേഖലകളിൽ നിന്ന് പുറത്തു കടന്ന് കർത്താവിൻ്റെ പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മിഷൻ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരുണ്ട്, മിഷണറിമാരുടെ കൂടെ ജീവിക്കുന്നവരുണ്ട്, അവരോടൊപ്പം സുവിശേഷം പ്രഘോഷിക്കാൻ പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവ് നൽകുന്ന ഇടുങ്ങിയ വാതിൽ അത് കുറേ സഹിക്കുക, വേദന ഏൽക്കുക എന്നതിനെ ഉപരിയായി മാനസികമായി നമ്മൾ ഒരുങ്ങേണ്ട ഒരു മേഖലയാണ്. അരക്ഷിതമായ ജീവിതത്തിലൂടെ കടന്നു പോകാൻ ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എന്നും എഴുതി വച്ചിരിക്കുന്ന ഒരു കവിതയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ മനോഹരമായ വരികളാണ്. അദ്ദേഹം അതിൽ കുറിച്ച് വെച്ചിരിക്കുന്ന വരികളും നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: "The woods are lovely, dark and deep, but I promise to go. Miles to go before I sleep, miles to go before I sleep." അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടാനിരിക്കുന്ന വെല്ലുവിളികളുടെ, അവസാനിക്കാത്ത വെല്ലുവിളികളുടെ വലിയ ഒരു ചരിത്രമാണ്. എനിക്ക് ഈ ജീവിതം അവസാനിക്കുന്നത് മനോഹരമായ വശ്യഭംഗിയിൽ, കാനന ഭംഗിയിൽ, വശ്യഭംഗിയിൽ ആകർഷനായി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു വലിയ സാഹസത്തിൻ്റെയും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളുടെയും വലിയ ഒരു ഉത്തരവാദിത്തം മനസ്സിനെപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? ഈ സുരക്ഷിതമായി കാനന ഭംഗിയിൽ സുരക്ഷിതമായി താമസിക്കാം, ജീവിക്കാം. എത്രയോ സുന്ദരമാണ്, എത്രയോ എളുപ്പമാണ്. ഇത് ഞാൻ ചിന്തിച്ച് നിൽക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും എന്നെ മുറിപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന, എന്നെ മതിക്കുന്ന വലിയ ശക്തമായ ചോദ്യം: ഇത് പോരാ, എനിക്ക് ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്, എനിക്ക് ഒരുപാട് ദൂരങ്ങൾ താണ്ടാനുണ്ട്, ഒരുപാട് വെല്ലുവിളികൾ, സാഹസങ്ങൾ, മുറിപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ ഏൽക്കാനുണ്ട് എന്നുള്ള വലിയ ചിന്തയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഹസങ്ങളിലും ഏറ്റവും വലിയ വെല്ലുവിളികളിലും ഒന്നാണ്. ക്രിസ്തീയ ജീവിതം സാഹസ ജീവിതമാണ്, സാഹസികമായ ജീവിതമാണ്. ഒരു സ്നേഹ പോലും, ഒരു കർത്താവിൻ്റെ ശിഷ്യൻ പോലും സുരക്ഷിതമായ ജീവിതത്തിലല്ല ജീവിച്ച് മരിച്ചത്. അവരെല്ലാം സാഹസികമായ ജീവിതത്തിലൂടെ കടന്നുപോയി. പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സാഹസികമായ ജീവിതം നയിക്കുമ്പോൾ നമ്മളും കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ ഇടം നേടുകയാണ്. നമുക്ക് ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കും ആഗ്രഹിക്കാം. ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യൻ്റെ ജീവിത ക്രമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് അവൻ ആദ്യകാലം, ബാലകാലം, അവൻ്റെ പിന്നിട്ട് കഴിയുമ്പോൾ അവനൊരു വിദ്യാർത്ഥിയായി തീരുന്നു. നമുക്കറിയാം, അവൻ പഠിച്ചു കഴിഞ്ഞ് അവൻ ഉടനെ യൗവനത്തിലേക്ക് പ്രവേശിക്കുന്നു. യൗവനം കഴിഞ്ഞാൽ അവൻ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. കുടുംബജീവിതം കഴിഞ്ഞാൽ അവൻ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കുടുംബജീവിതം പിന്നിട്ട് അവൻ തൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്ന്, വീട് വിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മക്കളെ ഏൽപ്പിച്ച്, കുടുംബത്തെ ഏൽപ്പിച്ച് അവൻ തൻ്റെ വീട് വിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവസാനത്തെ കാലഘട്ടം അവൻ നാടും വീടും വിട്ട് അവൻ തൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനും കടന്നു പോകേണ്ട ജീവിതാവസ്ഥകളാണ്. ഒരു വിദ്യാർത്ഥിയായി ജീവിതം ആരംഭിച്ചു, യൗവനകാലം പിന്നീട് ഒരു കുടുംബസ്ഥനായി, പിന്നീട് തൻ്റെ വീടും കുടുംബവും ഉത്തരവാദിത്തങ്ങളും ഭരമേൽപ്പിച്ച് അവൻ പിന്നീട് സന്യസ്തനായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട, കടന്നു പോകേണ്ട ഒരു മേഖലയാണ്. നമ്മൾ കുടുംബത്തിൽ അവസാനിച്ചു. നമ്മുടെ കുടുംബമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മരിക്കണവരെ മക്കൾക്ക് തീറ്റിപ്പോറ്റുക. എത്ര വലിയ മക്കളാണെങ്കിലും അവനെ തീറ്റിപ്പോറ്റി മരിക്കുന്നത് വരെ അവർ കൊടുത്തുകൊണ്ടേയിരിക്കുക. കുടുംബത്തിനപ്പുറം നമുക്ക് ചെയ്തു തീർക്കാനുള്ള സമൂഹത്തോടും ഈ നാടിനോടും സുവിശേഷത്തോടും ക്രിസ്തുവിനോടും ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മനഃപൂർവ്വം വിസ്മരിച്ച് കളഞ്ഞു. നമ്മുടെ സമ്പത്തിന് വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ നെട്ടോട്ടങ്ങൾ, പ്രിയപ്പെട്ടവരെ, എന്നാണ് ഇത് അവസാനിക്കുക? നമുക്കും ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുക: കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഇടുങ്ങിയ വാതിൽ എന്നുള്ള അരക്ഷിതമായ ജീവിതാവസ്ഥകൾ ആസ്വദിക്കാനും ആഗ്രഹിക്കാനും അതിനെ പുണരാനും ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ, പ്രേക്ഷിത വേലയിൽ നമുക്ക് പങ്കുചേരാൻ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.
ഈശോ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, തെക്കു നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ നിങ്ങളൊക്കെ സങ്കടപ്പെടും. മുൻപന്മാരായിരുന്നവരെല്ലാം പിൻപന്മാരാകും. നിങ്ങൾ പറയും, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പലതും ചെയ്തു, എന്നാൽ അത് ചെയ്തവരൊക്കെ ഞങ്ങൾ പുറന്തള്ളപ്പെട്ടു. ഞങ്ങൾ വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുത്തു, ഞങ്ങൾ കൂദാശകൾ സ്വീകരിച്ചു, ഞങ്ങൾ തിരുനാളുകൾ ആഘോഷിച്ചു, എന്നാൽ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന പലതും നമ്മൾ ചെയ്യാതെ പോയി. കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മൾ പങ്കുകാരായില്ല. കർത്താവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് മുൻപന്മാരായവരെല്ലാം പിൻപന്മാരായി, എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരെല്ലാം ദൈവരാജ്യത്തിൽ പങ്കാളികളായി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും വലിയ പ്രേക്ഷിത ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അരക്ഷിതാവസ്ഥകളിലും ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെല്ലാം സുവിശേഷത ഏറ്റെടുക്കാൻ, അങ്ങനെ സുരക്ഷിതമായി ദൈവരാജ്യമെന്നുള്ള ഞങ്ങളുടെ ജീവിത സത്യം ഞങ്ങൾ നേടിയെടുക്കും. കർത്താവ്, ഞങ്ങളെല്ലാവരെയും മാനസികമായും ശാരീരികമായും ഒരുക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത തിരുനാളിൽ ശ്രീകന്മാരുടെ മേൽ ഈ നാവൽ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കാൻ അവരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹിതന്മാരെ സംബന്ധമാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവുമാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മറ്റുള്ള മെത്രാപ്പോലീത്തമാരെയും പ്രേക്ഷിതരങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന് ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്നേഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളും മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
കാതലുമധുപോലാത്മജൻ ദിവ്യരൂഹാഖ്യം സ്തുതിർന്നു ദൈവാംബികയെയും മായോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനമേ ബലി. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. ആർത്തോമായെയും ദൃഢസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മോട് കൂടെയെന്നും. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ സകല സൃഷ്ടികളുമുള്ള ആദിജാതനും പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൽ തറയ്ക്കപ്പെട്ടവരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ അവിടുന്ന് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാവനീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതൻ ഈശോയുടെ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം വരിച്ച് ഈ ലോകത്ത് നിർത്തവരെല്ലാവരെയും സ്മരിക്കുകയും ഈശോയുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ എത്തിജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന നിവനേശങ്ങളുടെ സൂക്ഷികരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുക. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയോ അടുത്ത് വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വങ്ങളുടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദ്ദേശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവുമുതരണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. മാലാകവൃന്ദം പാടുന്നു പരിശുദ്ധൻ, വാനവദൂതർ പാടുന്നു പരിശുദ്ധൻ. മാലാകവൃന്ദം
അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിശായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്റെ ശൂന്യനാക്കി നാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ലാസറിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പറയുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വലിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ബ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ടോണി മെത്രാന് വേണ്ടിയും ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ,
സമർപ്പിതരായ പ്രേക്ഷിതർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ഉപേക്ഷിച്ചിട്ടുള്ളവർക്ക് വേണ്ടി അയോഗ്യനും പാപിയും ബലഹീനനുമായി എനിക്ക് വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും പിതാക്കന്മാരുടെയും പാവനസ്മരണം സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശിവശിഹായ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ആകുലരുമായ ദാസൻ തിരുസന്നിധിയിൽ വെച്ചുകൂടി നിൽക്കുന്നു. നാഥൻ രക്ഷകനമായ ശിവശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നുമേ എപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകും, തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് എന്റെ കാരുണ്യം ഞങ്ങൾ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വാ
സ്നേഹത്തിനവതാരമേ ആത്മാവിൻ ഭോജനമേ ആരാധനാ പാത്രമേ ആരാധനാ പാത്രമേ ഓസ്തിയിൽ വാഴും ദൈവമേ സ്നേഹത്തിൻ അവതാരമേ ആത്മാവിൻ ഭോജനമേ ആരാധനാ നമ്മുടെ ആവശ്യം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താരോട് സമീപിക്കാം. അനുതാപത്തോടെ ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിച്ചുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപവും വചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിൽ ഉദ്ദേശത്തിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പൈസാത്മാക്കളെ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങൾ കാരുടെ കൂടെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തെ സകല വിശുദ്ധരുടെ മുന്നിൽ സ്തുതിക്കുവാൻ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും വന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതത്തിൻ്റെ ശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹന്മാരെ അനുകരിച്ച് വിശുദ്ധ സ്വർഗത്തിലെത്തിയ ദൈവത്തെ അനവരത്തും സ്തുതിക്കുന്നു. മാലാഖമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, വിശുദ്ധയുടെ ശരീരത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ വൃത്തിക്കും പാവങ്ങളും കാരണമാവട്ടെ. എന്നേക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ നിൽക്കുക, ബാക്കിയുള്ളവരും ഇരിക്കുക.
അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു അനന്തമാമീ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാധി അപ്പത്തിൻ രൂപമായിതാ ദിവ്യദാനങ്ങൾ നൽകുന്നു അനന്തമാമീ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാധി. സമർപ്പിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെയും അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വലിയേറെ തിരുവക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ബോധത്തിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശ്രോഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യത്തിനെയും മകുടവുമായി തീരട്ടെ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക സൂക്ഷകരെയും വിശുദ്ധീകരിക്കണമേ. വൈദികരായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യത്തെ സമീപിച്ച് ഇവയിൽ പങ്കുകൂടാൻ യോഗ്യരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുധന നൽകി ദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം
വാഴ്ത്താമെന്ന് തിരുമുൻപിൽ. പരിപാവനമേ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിനാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, കർത്താവിന്റെ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇരുവിടെ അർപ്പിക്കുവാൻ അവരോ ഇല്ലയോ നിറഞ്ഞുകൂടാ. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റു പൊഴിയുന്ന കണ്ണുനി മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപം